കഴിഞ്ഞൊരു 10-40 വർഷക്കാലമായിട്ടാണ് പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ തൃശ്ശൂർ കൃഷ്ണകുമാർ ഇടയ്ക്ക് വാദനത്തിലൂടെ ലോകം മുഴുവൻ വിസ്മയത്തിലെത്തുന്നു. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിനും ഏകദേശം അത്രത്തോളം പ്രായമായിട്ടുണ്ട്. കൃഷ്ണകുമാറിൻ്റെ ഗായകൻ എന്ന രീതിയിലാണ് ഞാൻ കൃഷ്ണകുമാറിനെ ആഗ്രഹിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഇടയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിന് ഇനിയും ഒരുപാട് അവാർഡുകൾ കിട്ടുമ്പോഴാണ് കൃഷ്ണകുമാർ ഇടക്കാലവാദന രംഗത്തും സംഗീത സംവിധാന രംഗത്തും ഗാനരചനാ രംഗത്തും തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കലാകാരനാണ് ഡോക്ടർ തൃശ്ശൂർ കൃഷ്ണകുമാർ. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും ആദരങ്ങളും ലഭിക്കട്ടെ. ഉടനെ തന്നെ ഞങ്ങൾ ഒന്നിച്ച് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു വേൾഡ് ലെവലിലുള്ള അവാർഡാണ്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആചാര്യൻ എഴുതിയ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ, പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ എഴുതിയ ഗുരുവായൂർ ഭക്തിഗാനം ഡോക്ടർ കൃഷ്ണകുമാർ ട്യൂൺ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിരുമയിൽ പേരി കണ്ണ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്, അതാണ് ലേറ്റസ്റ്റ്. ഹരിയേറ്റുമാർ എഴുതി കൃഷ്ണകുമാർ ഇടപെട്ട് ഇതിലേക്ക് പാടിയ പാട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. തിരുവമ്പാടിയിലെ പൂരത്തിൽ നിന്നാണ് അത് പ്രകാശനം ചെയ്തത്. അതായത് ഗോപിയാശനെ ഗുരുവായൂരപ്പനെ കുറിച്ച് എഴുതിയ ഭക്തിഗാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഡോക്ടർ തൃശ്ശൂർ കൃഷ്ണകുമാറിന് എൻ്റെ ആത്മമിത്രത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും ഉണ്ടാവട്ടെ. ഇനിയും ലോകം മുഴുവൻ അദ്ദേഹത്തിന് ഇടയ്ക്കയുമായി സംഗീത പ്രേമികളെ സന്തോഷിപ്പിക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാകുന്ന പ്രാർത്ഥനകളോട് ആശംസ. എൻ്റെ സംഗീത ലോകത്ത് റെക്കോർഡിംഗ് വേളയിലുള്ള ആദ്യത്തെ വർക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള പാട്ടുകളാണ്. അതും സോമശേഖരൻ പാടി സംഗീതം ചെയ്ത ആദ്യത്തെ വർക്കാണ്. എൻ്റെ റെക്കോർഡിംഗ് വേളയിൽ ഞാനിപ്പോൾ അതിശയോക്തി പറയാറില്ല, ഒരു 50,000 പാട്ടുകൾ വരെ വായിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒട്ടുമിക്ക ദാസകൃതി അറ്റങ്ങളുള്ള ഗായകർക്ക് വേണ്ടി ഇടയ്ക്ക് വായിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. സംഗീത സംവിധാനം കൂടെ രാഘവ മാഷ്, ദക്ഷിണസ്വാമി, അർജുനൻ മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, നമ്മുടെ സ്വന്തം വിദ്യാധരൻ മാസ്റ്റർ തുടങ്ങി ഒട്ടനവധി സംഗീത ചക്രവർത്തികൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടക്കം ഹരിശ്രീ കുറിച്ചത് സോമശേഖരനാണ്. അത് ഈ ക്ഷേത്രത്തിൽ ഭക്തിഗാനം ആണ് ആദ്യത്തെ റെക്കോർഡിങ്. അതെനിക്ക് മറക്കാൻ വയ്യ. പിന്നെ ഗണേഷ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തൃശ്ശൂരിലെ അല്ല, നാദബ്രഹ്മ കുടുംബത്തിലൊരു മെമ്പറാണ്. അംഗമാണ്. എൻ്റെ ഇന്നത്തെ ഈ അവാർഡ് എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രോഗ്രാം ഈ ക്ഷേത്രത്തിൽ നിന്ന് ആയതെനിക്ക് എൻ്റെ ഭാഗ്യമായി വരുന്നു. അതും ആദ്യത്തെ ഒരു ആദരവ് കിട്ടുന്നത് എൻ്റെ നമ്മുടെ നാടൻ ഭാഷയുടെ എൻ്റെ ചാനൽ. എൻ്റെ ഹൃദയം തോന്നുമെങ്കിൽ അതിനകത്ത് ജയരാജുകാരുടെ പഠനമാണ്. അത്രയും ആത്മാർത്ഥ ബന്ധം ഞങ്ങളുണ്ട്. അദ്ദേഹത്തിന് കഴിയുമ്പോൾ അത് ഭയങ്കര വർക്കത്താണ്. ഒരു ഐശ്വര്യം കൂടിയാണ്. ഹൃദയം മുന്നിൽ തന്നെ അറിയാതെ ആരോ ഏതൊരു പറഞ്ഞാലും ആൾക്കാർ ആരോ കൊടുക്കുന്ന പോലെയല്ല, ഇത് മനസ്സിൽ തന്നെയാണ്. അതിന് പ്രത്യേക വില കൂടും, വളരെ കൂടും. താങ്ക് യു, നന്ദി. നമ്മുടെ ഒരു ചടങ്ങ് ഇവിടെ ഭംഗിയായി പര്യവസാനിച്ചു. അടുത്ത ചടങ്ങ് നാളെ ഗുരുപൂർണിമയാണ്. ലോകത്തുള്ള എല്ലാ ഗുരുക്കന്മാർക്കും വേണ്ടി ഗുരുപൂർണിമ എന്ന ദിനം എല്ലാ സ്ഥലത്തും ആചരിച്ചു വരുന്നു. ആ ഗുരുപൂർണിമയോടനുബന്ധിച്ച് നാദബ്രഹ്മം ഓഡിയോസ് ഇന്ന് ശ്രീ ഗുരുഭ്യോ നമഃ എന്നൊരു ആൽബം, സംഗീതാൽബം ഇന്നിവിടെ റിലീസ് ചെയ്യുകയാണ്. അത് രചന, സംഗീതം അതിന് നൽകിയിട്ടുള്ളത് നമ്മുടെ നാദബ്രഹ്മം ട്രസ്റ്റിയും പ്രസിഡന്റുമായ സംഗീതജ്ഞൻ ശ്രീ എൻ.ടി. സോമശേഖർ അവരുകളാണ്. അതിന് നല്ലൊരു ഗാനം ആലപിച്ചിട്ടുള്ളത്
നാദബ്രഹ്മത്തിൻ്റെ കുടുംബാംഗമായ ശ്രീമതി പത്മജ വേണുഗോപാൽ അവരാണ് ആ ഗാനം ആലപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ലോഞ്ചിങ് ആണ് ഇന്നിവിടെ ഇപ്പോൾ നടക്കുന്നത്. അത് ശ്രീ ജയരാജ് വാര്യർ, അദ്ദേഹം നമ്മുടെ ഇന്നത്തെ അവാർഡ് വിന്നറായ ശ്രീ ഇടയ്ക്ക വിദ്വാൻ ഡോക്ടർ കൃഷ്ണകുമാർ നൽകിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ഗായികയുടെ പേര് ഒറ്റ മനുഷ്യന് പറഞ്ഞില്ല, കാരണം പത്മജ വേണുഗോപാൽ. ഞാൻ വരുമ്പോൾ പറഞ്ഞു ഞാൻ പത്മജ വേണുഗോപാലിന്റെ ഒരു പരിപാടിക്കാണ് പോകുന്നത്. ചേർന്നു. അപ്പൊ ഈ നാദബ്രഹ്മം ഓഡിയോസിന്റെ റിവ്യൂ നമ്മുടെ എം ഡി സോമശേഖരൻ മാഷ് രചിച്ച് സംഗീതം നൽകി ശ്രീമതി പത്മജ വേണുഗോപാൽ ആരംഭിച്ച മനോഹരമായ പ്രത്യേകത നിങ്ങൾക്ക് വേണ്ടി ഈ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന നാദബ്രഹ്മ ഫൗണ്ടേഷന്റെ ശ്രീരാമ സംഗീത സദസ്സിൽ വെച്ച് കർക്കിടക മാസത്തിന്റെ മനോഹരമായ സുദിനത്തിൽ നടത്താൻ വേണ്ടി സന്തോഷം. ഇനിയും ഒരുപാട് പാട്ടുകൾ മാഷ് നമുക്ക് ചെയ്തു തരട്ടെ. അതോടൊപ്പം പത്മജ വേണുഗോപാൽ എന്ന ഗായിക സംഗീതത്തിലൂടെ അതിനേക്കാൾ വലിയ പത്മജ വേണുഗോപാലായി മാറട്ടെ ആശംസിക്കുന്നു. ഭക്തജനങ്ങളെ, ആഗോള ആത്മീയാചാര്യ പരമപൂജനീയനായ ചിന്മയാനന്ദ സ്വാമിജിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹം നൽകിയ നാമധേയത്തിൽ 1988 രൂപ കഴിഞ്ഞ 36 വർഷവും സംഗീത സാധന പിന്നിട്ട് സംഗീതോപാസന 37ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാദബ്രഹ്മ ഫൗണ്ടേഷൻ. തൃശ്ശൂർ ചിന്മയ മിഷൻ സഹകരിച്ച് നാദബ്രഹ്മ ഫൗണ്ടേഷൻ ഒരുക്കുന്ന 11ാമത് ശ്രീരാമ സംഗീത സദസ്സിൻ്റെ 5ാം അധ്യായത്തിന്
വികേഴുക തൃശ്ശൂർ നാദബ്രഹ്മ ഭക്തി പുരസ്കാരം സമർപ്പിക്കുന്ന ഭക്തി ഗാനാർച്ചന ഇവിടെ ആരംഭിക്കുക. ആദ്യമായി ഒരു ഗണപതി സ്തുതിയോടുകൂടി നമ്മുടെ മെമ്പർ വേണുഗോപാൽ ഗോപ ചെന്ന